ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഒരു ഓവറോൾ എനർജി എടുക്കാം. അതിനുശേഷം യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനിലുള്ളവർക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. Suffering in silence. Stand your ground. Accelerated motion. ഒരു കാർഡ് കൂടി എടുക്കാം. മെമ്മറീസ് ഓഫ് ലവ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ ഒരു സഫറിങ് ഇൻ സൈലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയധികം ഒറ്റപ്പെടലല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ്. മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കുറച്ചൊരു ഡിഫെൻസീവായിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഇത്രയധികം ഒരു പെയിൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി തരാതിരിക്കുക, അകന്ന് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചോ കാര്യങ്ങളോ കടന്നു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടി ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. നിങ്ങൾ പ്രസൻ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങളുടെ കൂടുതൽ കോൺസെൻട്രേഷനും പാസ്റ്റിലാണ്. നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന പോലും അത് തന്നെയായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പണ്ട് ഇത്ര നല്ലതായിരുന്നു, അല്ലെങ്കിൽ അതുപോലെ ഇനി ആയാൽ മതിയായിരുന്നു. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിലും കൂടി ആയിരിക്കാം നിങ്ങളുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മാറ്റം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഹോപ്പ് നമുക്ക് കാണാം. കുറച്ചൊരു ടഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അത് മാറുന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഇവിടെ നിങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ്സിൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ കാണാം 6, 7, 8, 9 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏഞ്ചൽ നമ്പർ 6, 7, 8, 9 എന്ന് പറയുന്നത് തന്നെ ഒരു പീസ്ഫുൾ ആൻഡ് ഹാപ്പി ലൈഫ് എന്നുള്ളൊരു മീനിങ് വരുന്ന ഒരു ഏഞ്ചൽ നമ്പറും കൂടിയാണ്. മാത്രമല്ല ഏഞ്ചൽസ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് ആ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പോലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിനി നോക്കാം യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പേഴ്സണിൻ്റെ നൈറ്റ് ഫീലിങ്സിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ ജോയ്ഫുൾ ലിവിങ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പീസ്, എഫർമേഷൻസ്, പോസിറ്റീവ് തോട്ട്സ്. ഇനി നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. ലവ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വൺ തന്നെ നമുക്ക് കാണാം ജോയ്ഫുൾ ലിവിങ് ആണ്. അതായത് ഓരോ ദിവസവും സന്തോഷത്തോടെ പോകാനായി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില വ്യക്തികൾ പറയും എൻ്റെ ലൈഫിൽ ഇന്ന ഇന്ന ദുഃഖങ്ങളുണ്ട്, അപ്പോൾ എനിക്ക് അതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളുടെ ദുഃഖങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു നല്ല മൈൻഡ് സെറ്റ്, സന്തോഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെയും ലൈഫിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ ഉണ്ടാവും. ഇതെല്ലാം മനുഷ്യരിലുള്ള കാര്യമാണ്. പക്ഷേ നമുക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റാർക്കും ഇല്ലാത്തത് എനിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ അവരെക്കാളും ഞാൻ ബെറ്ററാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. കൂടുതൽ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് എനിക്കില്ലാത്തത് അവരുടെ കയ്യിലുണ്ട്
എന്നുള്ളൊരു ചിന്തയിലാണ്. പക്ഷേ നമുക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ദുഃഖത്തിനല്ല കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, സന്തോഷത്തിനാണ്. അപ്പോഴാണ് നമ്മൾക്ക് ചുറ്റും ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുമ്പോഴാണ് നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അട്രാക്റ്റ് ആവുന്നത്. എപ്പോഴും ആ ഒരു നെഗറ്റീവ് വൈബ് അല്ലെങ്കിൽ സാഡ്നെസ് അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ അവരുടെ ഒരു സ്വപ്നത്തിൽ പോലും നല്ലത് വരുന്നത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചുറ്റും ഉണ്ടാവുന്നതും ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവർ നെഗറ്റീവ് എനർജി ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. സോ നമ്മൾ സന്തോഷത്തോടു കൂടി ഓരോ ദിവസം കടന്നു പോവുക, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ പീസാണ്. ഇപ്പോൾ കൾട്ടിവേറ്റ് ഇന്നർ പീസ് റിഗാർഡ്ലെസ് ഓഫ് എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മളുടെ മനസ്സമാധാനം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളുടെ മൈൻഡ് പീസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് നമുക്കേ കഴിയുള്ളൂ. ഒരിക്കലും അത് വേറൊരാളുടെ കയ്യിൽ ഇരിക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഈ ഒരു പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ചിലർ ചോദിക്കുന്നൊരു കാര്യമാണ്, ഞാനിനി എന്ത് ചെയ്യണം? ഞാൻ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട്, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം? ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഒരാൾക്കും എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം എന്നുള്ളതാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള വഴികൾ നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ അഫർമേഷൻസ് വന്നിട്ടുണ്ട്. യൂസ് പോസിറ്റീവ് അഫർമേഷൻസ് ടു റിയൻഫോഴ്സ് യുവർ ഗോൾസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗോളുണ്ട്. അപ്പോൾ നമ്മളിവിടെ റിലേഷൻഷിപ്പാണ് പറയുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയും പോസിറ്റീവായിട്ട് തന്നെ ചെയ്യുക. എഫർമേഷൻസ്, മാനിഫെസ്റ്റേഷൻസ് എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, വിശ്വാസം അർപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതും സംശയമാണ്. റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്കൊരു കാര്യം വേണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അഫർമേഷനോ മാനിഫെസ്റ്റേഷനോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ വർക്ക് ആവുകയില്ല. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ അറിയില്ല അത് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിനായിട്ട് മുന്നോട്ട് പോവുക. ഇല്ല നമുക്കത് കൊള്ളില്ല, അത് ടോക്സിക് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയാനും നമ്മളായിട്ട് തന്നെ ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു നമ്മളുടെ മനസ്സിൽ തീവ്രമായിട്ട് അതെനിക്ക് വേണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഇപ്പോൾ അഫർമേഷൻ ആയിക്കോട്ടെ എന്ത് സംഗതി ആയാലും നമ്മൾ അതിനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർക്ക് ടോക്സിക് റിലേഷൻഷിപ്പൊക്കെ മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഏതൊക്കെയോ കമൻസിലുമൊക്കെ അത് കണ്ടതാണ്. ഫിസിക്കലി ഉപദ്രവിക്കുന്നു, മാനസികമായിട്ട് ഉപദ്രവിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ നമ്മളെ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പിന്നെ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് തന്നെ മനസ്സിലാക്കണ്ടേ. ആ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ഇപ്പോൾ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല, പാർട്ട്ണറെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കലി പോലും അത്രയ്ക്ക് ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ കഴിയില്ല. അത് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് ഞാനിത് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മൾ നമുക്ക് എന്ത് വേണം, വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഒരു സ്ട്രോങ് ഡിസിഷൻ നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോസിറ്റീവ് തോട്ട്സ് വന്നിട്ടുണ്ട്. യുവർ തോട്ട്സ് ഷേപ്പ് യുവർ റിയാലിറ്റി, കീപ് ദം പോസിറ്റീവ്. നിങ്ങളുടെ ചിന്തകളാണ് അത് വർക്ക് ആവണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പോസിറ്റീവ് രീതിയിൽ തന്നെ ചിന്തിക്കുക. അതിനിടയിൽ നെഗറ്റീവും കൂടി കലരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് അബ്സോർബ് ചെയ്യാൻ വളരെ ഈസിയാണ്. പോസിറ്റീവിനേക്കാളും എളുപ്പമാണ് നെഗറ്റീവ് അബ്സോർബ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആ ഒരു പോസിറ്റീവ് തോട്ടിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ ഫൈനലി നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജും ആ ഒരു ലവ് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ലവ്. നമുക്ക് സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും അതിന് ആ ഒരു ഫ്ലോയിങ്ങിന് ഒരു തടസ്സമില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സും അതുപോലെ തന്നെ ഓപ്പൺ ആയിരിക്കണം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു പോസിറ്റീവ് വൈബിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. നമുക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾ ടുഗെദർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനം, സന്തോഷം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. പോസിറ്റീവ് തോട്ട്സ്, ആ പോസിറ്റീവ് തോട്ട്സ് ആണ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക. എനിക്ക് നല്ലത് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ മാറിപ്പോവും. കാരണം നമ്മൾ നമ്മളുടെ തന്നെ ഫ്യൂച്ചർ ബ്രെയിനിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും, അത് വേണ്ട. നമ്മളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് ചെയ്യുക. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, ആ ഒരു പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ ആ ഒരു
സ്നേഹം റിസീവ് ചെയ്യാനും കൊടുക്കാനുമുള്ള ആ ഒരു വൈബിലേക്ക് മാറാനാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്ന മെസ്സേജ്. അപ്പം നമുക്കിനി നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു നൈറ്റ് ഫീലിങ്സ് എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും നിങ്ങൾ ആ ഒരു പഴയ മെമ്മറീസും കാര്യങ്ങളും ഓർത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പാസ്റ്റ് പോലെ ആവണം എന്നുള്ള വിചാരത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കണ്ടു. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളിലെങ്കിലും? അതിന് സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. Ace of Wands, 10 of Pentacles, 6 of Swords, Death, 9 of Wands, the Hierophant, Ace of Pentacles, Knight of Swords, 3 of Pentacles, 6 of Cups, 8 of Swords, 7 of Pentacles, 7 of Cups, Ace of Cups, Empress, 4 of Wands, High Priestess. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള എനർജി എന്ന് പറയുന്നത് തന്നെ ഏസ് ഓഫ് വാൺസ് ആണ്. ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജി ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്ക് ആവാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ ആ ഒരു കാര്യം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു സ്പ്രെഡ് കണ്ടിട്ട് തോന്നുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പർപ്പസ്ഫുള്ളി ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നതായിരിക്കാം. നമ്മൾ ഓൾറെഡി നിങ്ങളുടെ സിറ്റുവേഷൻ എടുത്തപ്പോൾ കണ്ടു ആളൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ് എന്നുള്ളത്. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു വ്യക്തിയായിട്ട് ഒരു ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു പഴയ ഒരു എനർജിയിലേക്ക് വരാതെ നിന്നതായിരിക്കാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു ഫിയറിങ് എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതും കൂടി മുൻനിർത്തി ആൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ആളുടെ ഒരു ഫ്യൂച്ചറൊക്കെ കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കാം ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ കണക്ഷൻ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയൊരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരണം എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് കാണാം. ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പുറത്തേക്ക് വരേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർ നല്ല രീതിയിലുള്ളൊരു ഷിഫ്റ്റ് സംഭവിക്കണം. എങ്കിൽ മാത്രമാണ് ഇതിനകത്തൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നത്. മാത്രമല്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും ഇവരിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് ഒരുക്കമല്ല എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അലേർട്ട്നെസ്സും കൂടി ഉണ്ട്. അതായത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങനെ എടുത്ത് ചാടേണ്ട ഒന്നല്ല. എല്ലാം നന്നായിട്ട് അനലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സ്റ്റക്നെസ് ഉണ്ട് ഈ വ്യക്തിക്ക്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആളായിട്ട് തന്നെ ചിലപ്പോൾ പർപ്പസ്ഫുള്ളി ഒന്ന് പുറകിലേക്ക് മാറി നിൽക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ഏജ് ഡിഫറൻസ് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, കരിയർ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, റിലീജിയൻ വൈസ് ആയിരിക്കാം, ചിലവരുടെ ഭാഷ പോലും ആവാം. അപ്പോൾ ആ ഒരു മാറ്റവും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നല്ലൊരു രീതിയിലുള്ള തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൊതുവേ പുറമേ നിന്നുള്ള ആ ഒരു എതിർപ്പ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ എതിർപ്പ് കൂടാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് അന്തരമുണ്ട് നിങ്ങൾ തമ്മിൽ, പല കാര്യങ്ങളും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ദൂരെ കളയാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് വീണ്ടും ആ ഒരു ഈസ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി കാണാം. എല്ലാം ആ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള ആ ഒരു എനർജി കയറി വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വീണ്ടും നല്ല രീതിയിൽ
റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ ഒരു ലോങ് ടേം പ്ലാൻ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ആഗ്രഹത്തിന് തടയിടുന്നത് അവരുടെ ആ ഒരു ഫിയറും കൂടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളൊരു ചിന്താഗതിയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഓവർകം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതും കൂടി ഒരു റീസൺ ആയിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എടുത്തപ്പോൾ പറഞ്ഞ കാര്യമാണ്, ആ ഒരു പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പഴയതുപോലെ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. സെയിം ഈ ഒരു എനർജി നമുക്ക് ഈ ഒരു പേഴ്സണിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ആ ഒരു പാസ്റ്റ് മെമ്മറീസ്, നിങ്ങളുടെ ഒരു മെമ്മറീസ് ഓഫ് ലവ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിലുണ്ട്. അവരൊരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ചിലപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന നൈറ്റ് ഫീലിങ്സും കൂടി ആയതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്, പല മെമ്മറീസ് റീകളക്ട് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടൈമിലും കൂടി ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഈ സെപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ എനർജീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ഈ ഒരു പേഴ്സണ് ക്ലിയർ ഒരു വിഷനുണ്ട്. അവരുടെ മനസ്സിനകത്തൊരു തീരുമാനമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആഹ്, ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളൊരു ദൃഢനിശ്ചയമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയില്ലേ, ഇതിനുള്ളൊരു സമയം സന്ദർഭം ഒത്തുവരണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജിയിലും കൂടിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ ഒരുപക്ഷേ ഇവരായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളൊരു പുഷ് ഉണ്ടാവാം. കാരണം ചില ആൾക്കാരുണ്ട്, അവർ ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരിക്കും എപ്പോഴാണ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ കൊണ്ടുവരാൻ സാധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ചിലർ മനഃപൂർവ്വമായിട്ട് സൈലൻസിൽ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്കൊന്ന് ഒരു ക്ലാരിറ്റി തരണ്ട, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഒരു സമയമാവട്ടെ എന്നിട്ട് അവർക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ വെറുതെ ഇതിൽ പ്രതീക്ഷിച്ച് നിൽക്കണ്ട എന്നുള്ളൊരു ചിന്താഗതിയുള്ളവരും ഈ പറഞ്ഞതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ക്ലിയർ വിഷൻ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഒരു നല്ല ധാരണയുണ്ട് എന്തെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കാര്യമായിട്ട് കാണാം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ഫിയർ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആലോചിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഡിലേ വരുത്തുന്നത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏസ് ഓഫ് കപ്സ് കാണാം. നമ്മൾ വീണ്ടും ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന മൂന്നാമത്തെ ഒരു ഏസ് എനർജിയാണ്. മാത്രമല്ല ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് സ്നേഹവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ചിലവർ നിശബ്ദമായിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. അല്ലെങ്കിൽ മനസ്സിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി കൊണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് അവരുടെ ഒരു സ്നേഹം ഈ ഒരു സമയത്ത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാനായിട്ട് ഒരുപാട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു കൂടുതലായിട്ടുള്ള ആലോചനയായിരിക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫിയറിങ് എനർജിയും കൂടി ആയിരിക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ എടുത്ത് കാണുന്ന ഒരു കാര്യമാണ് ഹെയറോഫണ്ട്, അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജീസ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എനർജീസ് എന്ന് പറയുന്നത് ഹെറോഫണ്ടിൻ്റെ കൗണ്ടർ പാർട്ടാണ് ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറയുന്നത്. ആ ഒരു കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ചിലപ്പോൾ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളുകൊണ്ട് നമ്മളെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു കോൺഷ്യസ് മൈൻഡ് ചിലപ്പോൾ അതിൻ്റെ പല വരും വരാഴികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ പോലും വൈരുദ്ധ്യം എന്ന് പറയാനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു പ്രശ്നം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. ചിലപ്പോൾ ഇവർ പുറമേ തന്നെ അത്രയധികം ഒരു ഗട്ട്സോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. ഒരുപാട് പേരെ കൺസിഡർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട് ലൈഫിൽ. കുറച്ചൊരു മെച്യൂറായിട്ട് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളീ പറഞ്ഞ പോലെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് ചിലപ്പോൾ അവരെയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഹ്, പാരമ്പര്യത്തെയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ എഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് എല്ലാത്തിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം, ന്യൂ ബിഗിനിങ്ങിനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലവർ തമ്മിലാണെന്നുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരുന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ
ലോങ് ഡിസ്റ്റൻസ് കണക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പേഴ്സണോട് സംസാരിച്ചിട്ടുള്ളത് ചിലപ്പോൾ നൈറ്റിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ നിരന്തരമായിട്ട് കയറി വരുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു എംബ്രസ് എനർജിയും കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അത്രയും ഈ ഒരു പേഴ്സണെ കെയർ ചെയ്ത് ലൈഫിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം. ആ ഒരു മദർലി ഫീലിംഗ് എന്ന് പറയുമ്പോൾ അത് ഫെമിനിൻ എനർജി തന്നെയാണ്. അല്ലെങ്കിൽ അത് നമ്മൾ ജെൻഡർ വൈസ് പറയുന്നതല്ല. അല്ലെങ്കിൽ അത്രയും കംഫർട്ട് സോണിലായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിർത്തിയിട്ടുള്ളത്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോർ ഓഫ് വൺസ് എനർജിയാണ്. ഒരു സ്ട്രോങ് റിയൂണിയൻ ആണ്. നമ്മൾ ചില സമയത്ത് ട്വിൻ ഫ്ലെയിം റിയൂണിയൻ എന്നൊക്കെ പറയുന്ന ഒരു എനർജിയും കൂടിയാണ്. എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്ന് ഉള്ളതല്ല. കാരണം ഈ പറയുന്ന ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. പലരുടെയും ഇപ്പം നമ്മൾ റീഡിങ്ങിനകത്ത് വരുമ്പോൾ പോലും എൻ്റെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഇത് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് എന്നുള്ളൊരു ധാരണയുണ്ട് കുറേ വ്യക്തികൾക്ക്. അപ്പോൾ അതൊക്കെ വളരെ നമ്മൾ റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറഞ്ഞ രീതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആയിട്ട് ഈ ഒരു പേഴ്സൺ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് പറയുന്നത് നിങ്ങളിലേക്ക് വരാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇന്നർ വോയിസ് നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്നുള്ളത് നമുക്ക് കാണാം. അവർ ഇന്നർ വോയിസ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളെ വിട്ടുകളയാൻ സാധിക്കാത്തതെന്നുള്ളത് നമുക്കിവിടെ കാണാം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഹാപ്പിനെസ് വേണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് വളരെ പേഷ്യൻസ് ആയിട്ട് മതി, അല്ലെങ്കിൽ എടുത്ത് ചാടേണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സണുള്ളത്. അല്ലെങ്കിൽ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ആലോചിച്ച് റൈറ്റ് ടൈം വരുമ്പോഴത്തേക്കും മുന്നോട്ട് പോവാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ വ്യക്തികൾക്കും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സ്ഥാനത്ത് നിൽക്കുന്നത് ഇവരുടെ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മുതിർന്ന മറ്റേതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു തടസ്സമായിരിക്കും കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സണ് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം ചിന്തിച്ച് നല്ല രീതിയിൽ പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത്. ആരെയും വെറുപ്പിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഡിസ്ട്രോയ് ചെയ്തിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി അല്ല. ഇവർ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു ടൈപ്പിലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്സിലാണെന്നൊക്കെ ചിന്തിക്കുന്നത് പോലും ചിലപ്പോൾ ഈ ഇത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാരെങ്കിലും എതിരെ നിൽക്കുന്നത് കൂടി കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒന്നും വിട്ട് പറയുന്നുണ്ടാവില്ല, ഒന്നും തുറന്ന് പറയുന്നുണ്ടാവില്ല. ആകെ ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ സ്നേഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹോപ്പ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും ഈ ഒരു പേഴ്സണ് രണ്ടുപേരും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 3, നമ്പർ 5, നമ്പർ 6, നമ്പർ 7 ആൻഡ് നമ്പർ 13. ഇപ്പോൾ നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സോൾമേറ്റ് നമ്പറിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നമ്പർ നമുക്ക് എഴുതി സൂക്ഷിക്കാമോ, കയ്യിൽ വെക്കാമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓരോ ഏഞ്ചൽ നമ്പറിനാണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 222 ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഇട്ടിരുന്നത്, റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതാണ് നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഫോക്കസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഴുതി സൂക്ഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഫോണിൽ നമുക്ക് സ്ക്രീൻ ലോക്കായിട്ടോ വാൾപേപ്പറായിട്ടൊക്കെ അതൊക്കെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബുക്കൊക്കെ എപ്പോഴും കൈകാര്യം ചെയ്യുന്നവരാണ്, ഡയറി എഴുതുന്നവരാണ്, അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന സ്ഥലത്ത് ആ ഒരു നമ്പർ നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഇന്നൊരു രീതിയിൽ എന്നുള്ളത് മാത്രമല്ല, ആ ഒരു നമ്പർ നമ്മളിലേക്ക് കൂടുതൽ പതിയാൻ, അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അതുപോലെ സോഡിയക് സയൻസിലേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക സോഡിയക് സയൻസ് ഇവിടെ വന്നിട്ടുണ്ട്. എങ്കിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ളത് സ്കോർപിയോ, പൈസസ്, ടോറസ് എനർജീസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഒരു ഗൈഡൻസിൽ യൂണിവേഴ്സ് പറഞ്ഞു തന്നതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനും, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അഫർമേഷൻ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിക്കായിട്ട് ക്ലെയിം ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിംഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.